രാജേഷ് ചിറപ്പാട് ഈ ഒരു വലിയൊരു അനാസ്ഥയിൽ മറുപടി പറയേണ്ടത് ആരെന്ന ചോദ്യത്തിന് പരസ്പരം പഴിചാരി മുന്നോട്ട് പോകലല്ല വേണ്ടത്. ഇതിൽ ആരാണ് ഉത്തരവാദി? KSEBയുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്, പഞ്ചായത്തിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്, അതുപോലെ തന്നെ സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്. പ്രത്യേകിച്ച് കെട്ടിടങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ എങ്ങനെ കൊടുക്കാൻ കഴിയും? മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഈ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് എങ്ങനെ? ഒരുപാട് ചോദ്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിരിക്കുകയാണ്. ഈ പ്രത്യേകിച്ചും സ്വാഭാവികമായി സ്കൂൾ എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെതല്ല, CPMന്റെ നിയന്ത്രണത്തിലുള്ളതാണെന്ന് പറയുമ്പോൾ അവിടെ CBSE ആയാലും ആരുടെ നിയന്ത്രണത്തിലുള്ളതായാലും സർക്കാർ സ്കൂളായാലും ഈ വലിയ മുന്നൊരുക്കങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശമുണ്ട്. ഇത്രയും വർഷമായി ഈ വൈദ്യുതി ലൈൻ ഇങ്ങനെ കടന്നു പോകുന്നു. ഈ ഒരു ഷെഡ് അവിടെ പണിതിട്ടും വർഷങ്ങളാകുന്നു. ഈ അപകടകരമായ സാഹചര്യം കണ്ടിട്ടും ഇതൊന്നും കാണാതെ ഫിറ്റ്നസ് എങ്ങനെ, ഇതൊന്നും കാണാതെ KSEBക്ക് എങ്ങനെ മുന്നോട്ട് പോകാനും സ്കൂളിന് എങ്ങനെ മുന്നോട്ട് പോകാനാകും? ശ്രീ രാജേഷ് ചിറപ്പാട്. വളരെ കേരളത്തിലെ മനുഷ്യസ്നേഹികളായ എല്ലാ മനുഷ്യരും വളരെ ദുഃഖത്തോടു കൂടിയാണ് മിഥുൻ എന്ന വിദ്യാർത്ഥിയുടെ മരണത്തെ കണ്ടത്. ഇപ്പോഴും ആ ഒരു മാനസികാവസ്ഥയിലാണ് കേരളത്തിലെ മനുഷ്യസ്നേഹികളായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും. അത്തരത്തിലുള്ള ഒരു സംഭവിക്കാൻ പാടില്ലാത്ത വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം അവിടെ നടന്നു കഴിഞ്ഞു. ആ ഒരു സംഭവത്തെ വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതുവായ, ഞാനിപ്പം വലിയ രാഷ്ട്രീയ തർക്കങ്ങളിലേക്കൊന്നും ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം രാഷ്ട്രീയമായ മുതലെടുപ്പുകൾക്കും രാഷ്ട്രീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുമ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ LDF ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി BJPയും UDFും അല്ലെങ്കിൽ മറ്റ് പല കോണുകളിൽ നിന്നുള്ള വർഗീയ ഫാസിസ്റ്റ് സംഘടനകളും സംവിധാനങ്ങളും വലതുപക്ഷ സംഘടനകളും എല്ലാം രംഗത്ത് വരുന്നുണ്ട്. എല്ലാവരും ഒറ്റ കെട്ടായിട്ട് രംഗത്ത് വരുന്നത് നമുക്ക് പല അനുഭവങ്ങളിൽ നിന്ന് കാണാം. പക്ഷേ ഞാൻ അതിന് മറുപടി പറഞ്ഞ് ഒരു രാഷ്ട്രീയ തർക്കങ്ങൾക്കല്ല ഇവിടെ പ്രസക്തി. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അവിടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ധനകാര്യമന്ത്രി KN ബാലഗോപാലും K സോമപ്രസാദ് XMP തുടങ്ങിയ നേതാക്കളും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും അവിടം സന്ദർശിക്കുകയും ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇപ്പം സംഭവിക്കാനുള്ള നിർഭാഗ്യകരമായൊരു കാര്യം സംഭവിച്ചു. ഇനി മുന്നോട്ടെങ്ങനെ ഒരിക്കലും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായി ഒരു ജനാധിപത്യ മനുഷ്യർ അല്ലെങ്കിൽ സംസ്കാരമുള്ള മനുഷ്യർ ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ജനാധിപത്യ ഗവൺമെൻറ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് വകുപ്പ് തലത്തിലുള്ള വ്യത്യസ്തമായ 3 അന്വേഷണങ്ങൾ, വൈദ്യുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള അന്വേഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിടെയാണ് അതിൽ കുറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്, എവിടെയാണ് പിഴവുണ്ടായിട്ടുള്ളത്, അതിനെ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നേടുന്ന നിലപാടുകളിലേക്ക് പോകുന്നു. ഈ കുട്ടിക്ക് അവരുടെ കുടുംബത്തിന് എത്രയായാലും ഒരു ജീവന് വില ഇടാൻ നമുക്ക് ആർക്കും കഴിയില്ല. എങ്കിൽ പോലും അതിനുള്ള അടിയന്തരമായ നടപടികൾ സ്വീകരിച്ചു. ഇതൊക്കെ ഒരു നമുക്ക് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന, ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിനെ മുതലെടുക്കുന്ന തരത്തിലുള്ള ആക്രോശങ്ങളും സമരങ്ങളുമൊക്കെ നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എത്തി നിൽക്കുന്ന, ആരോഗ്യ മേഖല എത്തി നിൽക്കുന്ന അവസ്ഥയെ സംബന്ധിച്ചൊന്നും ഞാനിവിടെ ഇരുന്ന് അക്കമിട്ട് നിരത്തേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിലുള്ള ആളുകൾക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മേഖല 10 വർഷമായിട്ട് അല്ലെങ്കിൽ 7-8 വർഷമായിട്ട് കൈവരിച്ച നേട്ടങ്ങൾ എന്താണ്, നല്ല സ്കൂളുകളുടെ നിലവാരം എന്താണ്, ഹൈടെക് സ്കൂളുകൾ വന്നു, പാഠപുസ്തകങ്ങൾ തന്നെ എന്താണ്, മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എല്ലാ പാഠപുസ്തകങ്ങളും കൃത്യമായി വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നു. ആരോഗ്യരംഗത്ത് വലിയ തരത്തിലുള്ള കോവിഡ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഇതുപോലുള്ള പാൻഡമിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലും എങ്ങനെയാണ് കേരളം ലോകത്തിന് മാതൃകയായി എന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അത് എത്ര നമ്മൾ നുണകൾ കൊണ്ട്